ഈ ഇറാനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്ന ഇറാനാന്നറിയാം നമുക്ക്. എത്ര സുന്ദരമായിട്ടുള്ള രാജ്യമായിരുന്നു അറിയാം നിങ്ങൾക്ക്. അതൊക്കെ പറഞ്ഞാലേ ഇവിടെ പല ആളുകൾക്കും കുരു പൊട്ടിപ്പോകും. ഇതായിരുന്നു ആദ്യത്തെ ഇറാൻ. കണ്ടു നോക്കുക എന്ത് ഭംഗിയാണെന്നറിയാം. അവിടെ എന്തൊരു നല്ല മനുഷ്യരായിരുന്നറിയോ. നല്ല വിദ്യാഭ്യാസമുള്ള യൂണിവേഴ്സിറ്റികളുണ്ടായിരുന്ന, നല്ല നല്ല പഠനങ്ങൾ പഠിച്ചിറങ്ങിയ, നല്ല വിദ്യാസമ്പന്നരായിട്ടുള്ള, സംസ്കാരമുള്ള ആളുകളുള്ള ഒരു രാജ്യമായിരുന്നു ഇറാൻ. ഇന്നാ ഇറാനുണ്ടല്ലോ, ഇതാണ് അവസ്ഥ. ഇതിൽ പല സ്ത്രീകളും, ഇപ്പോൾ ഈ കാണുന്ന കൂട്ടത്തിലെ പല സ്ത്രീകളും ഇത് ആഗ്രഹിച്ചിടുന്നതല്ല ഇറാനിൽ. അത് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ തല്ലിക്കൊല്ലും. അവിടെ സ്ത്രീകൾ പഠിക്കേണ്ടതില്ല എന്ന് വരെ തീരുമാനിക്കുന്ന ആളുകളാണ് ഇപ്പോൾ അവിടെയുള്ളത്. പഴയ ഇറാനായിരുന്നെങ്കിൽ ഇസ്രായേലും ഇറാനും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇറാൻ്റെ കൂടെ നിൽക്കുമായിരുന്നു. കാരണം ഇറാൻ അത്രത്തോളം പവിത്രമായിരുന്നു. എന്തൊരു നല്ല നാടായിരുന്നു അറിയോ ഇറാൻ. ആ നാടിനങ്ങ് നശിപ്പിച്ച് കളഞ്ഞു മതം എന്ന് പറയുന്ന ഭീകരത. ഈ മതഭ്രാന്തി എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് കുറച്ചുകൂടിയൊക്കെ പ്രായമുള്ള ആൾക്കാരെ ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ അപ്പോൾ അതിന് മറുപടി പറയും, നീ പറഞ്ഞത് കറക്റ്റാണ് മോനെയെന്ന്. അങ്ങനെ ഒരു ഇറാൻ ഞങ്ങൾ കണ്ടിരുന്നുവെന്ന്. ഇന്ന് കാണുന്ന ഇറാനും ആ ഇറാനും തമ്മിൽ യാതൊരു ബന്ധമില്ലെന്നും അവർ പറയുമായിരുന്നു. അങ്ങനെ ആയിരുന്നു ആ രാജ്യം. അത്ര സുന്ദരമായിട്ടുള്ളൊരു രാജ്യമായിരുന്നു ഇറാൻ. ആ രാജ്യത്തെ മതഭീകരന്മാർ അതിൻ്റെ തലപ്പത്ത് കയറിയിരുന്ന് നശിപ്പിച്ചു കളഞ്ഞു. ഇന്നും ഞാനിങ്ങനെ ആലോചിക്കും, ഇറാനൊരു എന്താ പറയുക, പഴയ പോലെയുള്ളൊരു ഇറാനായിരുന്നെങ്കിൽ ഇന്ന് സമ്പത്ത് വ്യവസ്ഥയിൽ സത്യം പറഞ്ഞാൽ ലോകത്തിൽ നമ്പർ 1 ആയന് ഇറാൻ. ഇവിടെ മതം എന്ന് പറയുന്ന ഒരു സാധനം വന്നതോടുകൂടി ആ നാട് നശിച്ച് നാറാണക്കല്ലെടുത്തു. ഇന്ന് പല ആളുകളും അവിടുത്തെ പ്രസിഡൻറ്റിനെ അല്ലെങ്കിൽ അവിടുത്തെ ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ എന്താ പറയുക കട്ടൗട്ടുകളൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് ഒരു താല്പര്യമില്ലാത്ത ഒരാളാണ് അവിടെ കയറിയിരിക്കുന്നത്. പക്ഷെ അവർക്കത് പറയാൻ പറ്റില്ല. ഒരു സ്ത്രീ അവളെങ്ങനെ നടക്കണം, അവളെങ്ങനെ ചിന്തിക്കണം, അവൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഇറാൻ സർക്കാരാണ്. അതായത് മതഭ്രാന്ത് നിറഞ്ഞ സർക്കാർ. ആ സ്ത്രീക്ക് ആ മണ്ണിലൊരു സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇസ്രായേൽ ഈ പറയുന്ന ഇറാനിലോട്ട് ബോംബിടുമ്പോഴും മിസൈലിടുമ്പോഴൊക്കെ ആഹ്ലാദിക്കുന്ന സ്ത്രീകളെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ? ഈ പറയുന്ന ഇതിൻ്റെ പ്രധാനമന്ത്രിയെ കൊന്നു തരുമോ എന്ന് ചോദിക്കുന്ന സ്ത്രീകളെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ ആ നാട്ടിൽ ആ സ്ത്രീകൾ അനുഭവിക്കുന്ന വേദന, ഇത് ആ സ്ത്രീകളുടെ വേദന കണ്ടുകൊണ്ട് പുരുഷന്മാരതിൽ ഇടപെടാമെന്ന് വിചാരിച്ചാൽ അവരെയും തല്ലിക്കൊല്ലും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംസ്കാരമാണ് ഇന്ന് ഇറാൻ കൈകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ്റെ കൂടെ നമുക്ക് താല്പര്യമില്ലാത്തത്. ഇവിടുത്തെ കുറേ മതയോളികൾ ഇറാന് സപ്പോർട്ട് കൊടുക്കുന്നതിൻ്റെ കാരണം ഞങ്ങളുടെ നാട്ടിലില്ലാത്ത അത്രയും മതഭ്രാന്ത് ആ നാട്ടിലുണ്ടല്ലോ എന്നാലോചിച്ചിട്ടാണ്. അല്ലാണ്ട് ആ നാടിനെ സ്നേഹിക്കുന്നത് കൊണ്ടൊന്നുമല്ല. എനിക്ക് കാണിക്കാൻ പറ്റാത്ത മതഭ്രാന്ത്, എനിക്ക് കാണിക്കാൻ പറ്റാത്ത തീവ്രവാദം, എനിക്ക് കാണിക്കാൻ പറ്റാത്ത എന്താ പറയുക ആ ഒരു പവർ, മതത്തിൻ്റെ പവർ അവിടുത്തെ ആളുകൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരികൾക്ക് കാണിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു അനുകമ്പയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രേമമാണ് അവർക്ക് ഇറാനോട്. അല്ലാതെ ഇറാൻ വലിയ സമ്പന്ന രാഷ്ട്രമായതുകൊണ്ടൊന്നുമല്ല, അല്ലെങ്കിൽ സംസ്കാര സമ്പന്ന രാഷ്ട്രമായതുകൊണ്ടല്ല. എനിക്ക് പറ്റാത്തത് അവർക്ക് പറ്റുന്നുണ്ടല്ലോ. എനിക്ക് മതം പറഞ്ഞ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ അവിടെയുള്ള ആളുകൾക്ക് പറ്റുന്നുണ്ടല്ലോ. ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് സപ്പോർട്ട് കിട്ടാനുള്ള കാരണം. മനസ്സിലായോ? പിന്നീട് ഉള്ളൊരു പ്രശ്നം എന്താണ്? ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ജൂതരാഷ്ട്രമാണ്. അവർക്ക് ജൂതന്മാർ കുടിപ്പകയുള്ളവരാണ്. അവർക്ക് മതഭ്രാന്തിൻ്റെ ഇടയിലൂടെ വന്നിട്ടുള്ളൊരു പേരാണ് ജൂതൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ജൂതന്മാരുടെ എന്നും വെറുപ്പാണ്. ജൂതൻ പക്ഷെ ചെയ്യുന്ന എന്താണ്? ജൂതൻ കറക്റ്റായിട്ട് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും തലയ്ക്ക് മേലെ നിന്നിരുന്ന ഒരു വലിയ അപകടം ഇല്ലാണ്ടാക്കുകയാണ് ചെയ്തത്. നമ്മൾ പരസ്പരം സംസാരിക്കേണ്ടത് അതിനെക്കുറിച്ചാണ്. അല്ലാണ്ട് ഇസ്രായേൽ പോയി ഇറാൻ അടിച്ചതിന് സങ്കടപ്പെടല്ല വേണ്ടത്. ഇറാൻ എന്ന് പറയുന്ന ലക്കുല്ലവരും കെട്ടൊരു നാട് ഈ പറയുന്ന അണുബോംബ് പോലുള്ള ന്യൂക്ലിയർ ബോംബ് പോലുള്ള സംവിധാനങ്ങൾ കൈകൊള്ളുന്നുണ്ട്, അല്ലെങ്കിൽ അത് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്കതിൻ്റെ ശേഖരണമുണ്ട് എന്ന് പറയുമ്പോൾ തലയിൽ കൈ വെച്ചുകൊണ്ട് ഭഗവാനെ എന്ന് അല്ലെങ്കിൽ പടച്ച തമ്പുരാനെ എന്ന് വിളിക്കേണ്ടവരാണ് നമ്മൾ. കാരണം അത്രയും വെളിവാട്ടന്മാരാണ് പാകിസ്ഥാനികളും ഇറാനികളും. പണ്ടത്തെ ഇറാനായിരുന്നെങ്കിൽ ഒരിക്കലും നമ്മൾ ഭയപ്പെടേണ്ടതില്ല. കാരണം വിദ്യാസമ്പന്നരാണ് അവർ, മതത്തിൻ്റെ മേലെ പലതും പഠിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ നിന്നും സംസ്കാരശൂന്യമായിട്ടുള്ള ഒരു പ്രവൃത്തി നമ്മൾ പ്രതീക്ഷിക്കേണ്ട.
പക്ഷേ ഇന്നത്തെ ഇറാൻ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കേണ്ടതും നമ്മൾ ഒരുപാട് ഭയപ്പെടേണ്ടതുമായിട്ടുള്ള വിഷയമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇറാനിൽ. അപ്പോൾ ആ ഒരു സംരംഭം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സംവിധാനം അല്ലെങ്കിൽ ഒരു ശേഖരണം അതങ്ങ് തകർക്കാൻ ഇസ്രായേൽ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇരു കൈയും കൂപ്പി തൊഴുകണം നെതന്യാഹുവിനൊക്കെ. അതാണ് ചെയ്യേണ്ടത് നമ്മൾ. അല്ലാണ്ട് മതം പറഞ്ഞുകൊണ്ട് നമ്മൾ സപ്പോർട്ട് കൊടുക്കല്ല വേണ്ടത്. സപ്പോർട്ട് കൊടുക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ മേലെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് കാണിക്കാൻ പറ്റാത്ത പല തെണ്ടിത്തരവും അവിടെ കാണിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു പ്രേമം മാത്രമാണ്. മനസ്സിലാവുന്നുണ്ടോ കുട്ടികളെ? അപ്പോൾ ശരി എന്നാൽ